ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് പറഞ്ഞു തരട്ടെ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കണ്ട കേട്ടോ, അങ്ങനത്തെ ഒരു സ്നാക്സ് ആണേ. അപ്പോൾ ഇതൊരു പാനിലേക്ക് കാഷ്നട്ടും കിസ്മിസും എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കേട്ടോ. എന്നിട്ടൊരു 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഒന്ന് കുക്കായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം പഴത്തിൽ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പഴം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, ഇങ്ങനെ അലിഞ്ഞു പോകണ്ട, ഈ ഒരു പരുവത്തിൽ കേട്ടോ. അപ്പം നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ ഷീറ്റ് എടുക്കുക, അതിലേക്ക് നമ്മൾ മിക്സ് വെച്ച് കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ സ്നാക്സ് റെഡിയാണ് കേട്ടോ. ഇത് എണ്ണയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഹെൽത്തി സ്നാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പഴത്തിന് പകരം നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ എൻ്റെ ഭാഗത്ത് കുറച്ച് മൈദയോ അല്ലെങ്കിൽ എഗ്ഗോ എന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ അതിൽ നല്ല സ്റ്റിക്കി ആയിട്ട് നിന്നോളും. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് 2 പഴം കൊണ്ട്. ഇനി പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്നാക്സ് മുഴുവൻ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പാന് നന്നായിട്ട് ചൂടാവണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പാൻ അടച്ചു കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. തിരിച്ചും അതുപോലെ ചെയ്ത് കൊടുക്കുക, അടച്ചു വെച്ച് കൊടുക്കുക. നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ കയ്യിൽ പഴമല്ലേ, എന്നാൽ പിന്നെ വേഗം ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇഫ്താറിന് റെഡി ആയിട്ടുണ്ടേ.